ഖത്തറിൽ മാന്യമായ വേതനത്തോടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ബിന്നി ആലപ്പാട്ട് അച്ഛൻ ക്യാൻസർ രോഗബാധിതനായതിനെ തുടർന്ന് ഒരു ലോൺ എടുക്കുകയും അതിപ്പോൾ കുടിശ്ശികയായി മാറുകയും ചെയ്തു. ഇതിനിടെ കാഴ്ചശക്തി മങ്ങിയ ബിന്നിക്ക് ജോലിയിൽ തുടരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ബിന്നി ഇനി നാട്ടിലെത്തണമെങ്കിൽ ഉദാരമതികളായ പ്രവാസികളുടെ സഹായം കൂടിയേ തീരൂ. ബിന്നി ഇപ്പോൾ എത്ര വർഷമായിട്ട് ഗൾഫിലുള്ള ആളാ? ബിന്നി ഇപ്പോൾ 14 വർഷമായിട്ട് ബിന്നി ഗൾഫിൽ. ബിന്നി എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്? ആള് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. എന്തായിരുന്നു ജോലി അവിടെ? പ്രോജക്ട് മാനേജറായിട്ട്. പ്രോജക്ട് മാനേജറായിരുന്നു. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ള ആളാണ്. എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ ജോലി ഉണ്ടായിരുന്നു, നല്ല ജോലിയായിരുന്നു. ഏത് കമ്പനിയിലായിരുന്നു? കമ്പനി വിസിറ്റിംഗ് കാർഡ് കൊണ്ടുവന്നില്ല, ഓർമ്മയില്ല. കുഴപ്പമില്ല, അവിടെ നല്ല ജോലിയായിരുന്നു അല്ലേ? നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലോൺ എടുത്തത്. എത്ര ലോൺ എടുത്തത്? QAR 90,000 ഖത്തർ റിയാൽ. 90,000 ഖത്തർ റിയാലാണ് എടുത്തത്. ഇപ്പം എത്ര കൊല്ലം? 3 വർഷം റെഗുലറായിട്ട് പേ ചെയ്തു. 3 വർഷം പേ ചെയ്തു. അപ്പോഴേക്കും എംപ്ലോയറിന് എന്തോ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻമെന്റ് വന്നിട്ട് കമ്പനി ലിക്വിഡേറ്റ് ചെയ്തെന്നാണ് മനസ്സിലായത്. ശമ്പളമൊക്കെ മുടങ്ങിയപ്പോൾ ഡിഫോൾട്ട് ആയി. പിന്നെ 3 വർഷം റെഗുലറായിട്ട് കൊടുത്തതാണ്. പിന്നെ ഈ കളക്ഷൻ ഏജൻസിൻ്റെ അടുത്തൊക്കെ ഒരു ഫ്രിക്ഷൻ ആയി. അവർ കണ്ടമാനം പലിശയൊക്കെ ഇട്ട് വലിയൊരു എമൗണ്ട് ആഫ്റ്റർ പേയിങ് 3 years 1,83,000 QAR ക്ലെയിം ചെയ്തു. സോ പിന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റാണ്ടായപ്പോൾ അറസ്റ്റിലായി. പിന്നെ 1 വർഷം ജയിലിൽ കിടന്ന്. ജയിലിൽ നിന്ന് പുറത്ത് വന്നപ്പോഴേക്കും കോവിഡ് പീരീഡ്, ഗ്ലോബൽ പാൻഡമിക് പീരീഡൊക്കെ വന്നു. കണ്ണിനൊരു പ്രശ്നം വന്ന്. ഏതാ ബാങ്ക്? മഷ്റഖ് ബാങ്ക് ദോഹ. അങ്ങനെ അപ്പോഴേക്കും ഹെൽത്ത് പ്രോബ്ലം ഇതൊക്കെ വന്നു. ട്രാവൽ ബാനൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്താ മോൻ വരാത്തത്? ഡാഡിക്ക് ക്യാൻസറാണ്, എന്താ വരാത്തതെന്നിങ്ങനെ എല്ലാവരും ചോദിച്ച് അങ്ങനെ ഒരു ഇതിൽ ഡാഡി 21 മരിച്ചു. അവന് കാണാനും ഒന്നും പറ്റിയില്ല. ഡാഡിയുടെ ഒരിടത്തിനും വരാൻ പറ്റിയില്ല. മഷ്റഖ് ബാങ്ക് അല്ലേ? ദോഹ. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല. ഒരു പരിചയമുള്ള ഒരു ഹോട്ടലിൽ ഒരു റൂമിൽ ഇവനൊരു ഹെൽപ്പർ വേണം, മൊബൈൽ വിളിക്കാൻ ഹെൽപ്പർ വേണം, ഫോൺ ചെയ്യണമെങ്കിൽ ഹെൽപ്പർ വേണം. അങ്ങനെ മാസം എംബസി ഒന്നും സഹായിച്ചില്ല. ഇല്ല, ഒന്നും അങ്ങനെ കൂടുതൽ എംബസിയിൽ അപ്രോച്ച് ചെയ്തില്ല. ഇല്ല. എന്തേ? അങ്ങനെ ഒരു അലാമിങ് ആയിട്ട് ഞങ്ങൾ ഫാദർ മരിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഈ വിഷയം അയാള് ഈ ജയിലിലായിട്ട് എത്ര കൊല്ലായി? 2017 ജയിലിലായത്. 6 കൊല്ലായില്ലേ? ഒരു വർഷം ജയിലിൽ കിടന്ന് 5 വർഷം പുറത്തുണ്ട്. ട്രാവൽ ബാനായിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ എത്ര വർഷം? 5 വർഷമായില്ലേ? അല്ല, നിങ്ങൾക്ക് ഇയാൾ ട്രാവൽ ബാൻ ആണെന്ന് ഇങ്ങനെ പ്രശ്നമൊന്നും എംബസി അറിയിച്ചോ? അറിയിച്ചില്ല. അതൊരു മിസ്റ്റേക്ക് അല്ലേ? നോർക്കനെ അറിയിച്ചോ? ഞങ്ങൾക്കൊന്നും അവനൊന്നും പറയില്ലായിരുന്നു. നോർക്കയിൽ കൊടുത്തോ പരാതി? ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. നോർക്കയിലൊന്നും ഇത് ചെയ്തില്ല. നിങ്ങളൊന്നും ചെയ്തല്ല? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം അടുത്ത മാസം ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രോജക്റ്റുകൾ വരും, അത് ചെയ്യും. അതായത് കുറച്ച് ലാവിഷാണ് ആള്. കൊടുക്കും, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും, സഹായിക്കും. ആദ്യം ലോൺ എടുത്തപ്പോഴേ നിങ്ങൾ നിയമപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇയാൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോൾ ഫസ്റ്റിലുള്ളത്. മനസ്സിലായോ? അപ്പം നമുക്ക് ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങണം. മുഖ്യമന്ത്രിക്ക് ഒരു ഇത് കൊടുക്കണം. നിങ്ങൾ ഏത് സ്ഥലത്തുള്ള ആളാണ് നിങ്ങൾ? അങ്കമാലിയിൽ ചാലക്കുടി MP ഉണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കണം. അദ്ദേഹത്തെ പോയി കാണണം. അദ്ദേഹം സഹായിക്കാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ നോർക്ക റൂട്ട്സിൽ ഇന്ന് തന്നെ നിങ്ങൾ പരാതി എഴുതി കൊടുത്തിട്ട് പോയിക്കോളൂ. ഇവിടെ തൊട്ടടുത്താണ്. ഈ വിഷയങ്ങളൊക്കെ വെച്ചിട്ടുള്ള നോട്ട് ഉണ്ടാവുമല്ലോ നിങ്ങളിൽ, അത് വെച്ചിട്ട് അവിടുത്തെ CEO കൊടുക്കുക. പിന്നെ
ജോൺ ബ്രിട്ടാസിന് അറിയാലോ, ജോൺ ബ്രിട്ടാസിന് ഇവിടെ കൊടുത്താൽ മതി. റഫീഖിൻ്റെ കയ്യിൽ കൊടുത്താൽ റഫീഖ് ഫോർവേഡ് ചെയ്തു കത്ത് കൊടുക്കുക. പിന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രിയുണ്ട് ഇന്ത്യയുടെ, അയാൾക്കും ഒരു ജയശങ്കർ, അയാൾക്കും ഒരു കത്ത് കൊടുക്കുക. ഇത്രയാണ് നിങ്ങൾ കത്തായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. കത്ത് ഇങ്ങനെയുണ്ട്, വിഷയമുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടുത്തെ പ്രവാസികളായുള്ള ആളുകളോട് ഞാനിപ്പോൾ റിക്വസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് നമുക്കിതിൽ ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒന്ന് മുഖ്യമന്ത്രി, ജോൺ ബ്രിട്ടാസ്, പിന്നെ വിദേശകാര്യമന്ത്രി നിങ്ങളുടെ ബെന്നി ബെഹനാൻ, നോർക്ക, ഈ അഞ്ച് ഒരേപോലത്തെ കത്ത് മതി. ഒരു പ്രശ്നമാണ്, 5 കത്തൊന്നും വേണ്ട, 5 കത്ത് മതി. പേര് മാത്രം മാറ്റിയിട്ട് കൊടുത്താൽ മതി. അവിടെ കൊടുക്കുക. എന്നിട്ട് ഞങ്ങളും ഞങ്ങളെ ഇതിൽ സഹായിക്കുക. പിന്നെ അവിടെ പ്രവാസി സംഘടനകളുണ്ട് പലത്, അത് ഞാൻ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യും എല്ലാവരോടും. KMCC അതുപോലെ സംസ്കൃതി ഒക്കെ ഉള്ള സംഘടനകളുണ്ട്, അവരോട് സഹായിക്കാൻ പറയാം. പിന്നെ മഷ്റഖ് ബാങ്കിനോടും ഞാനൊരു റിക്വസ്റ്റ് വയ്ക്കാം, ഇതിൽ വെച്ചിട്ട് ഒക്കെ എത്ര കണ്ട് പ്രായോഗികമാണെന്നല്ല നമ്മൾ വയ്ക്കുക. അവിടെ ഉള്ളവരൊക്കെ നോക്കട്ടെ. അങ്ങനെയുള്ളൊരു കേസിലാണല്ലോ അപ്പോൾ അത് ചെയ്യാൻ പറ്റും. എത്ര വയസ്സുണ്ടാവും അവൾക്ക്? 57th. നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഇല്ല. നിങ്ങളും അമ്മയും ഒരുമിച്ച് താമസിക്കുന്നു. നിങ്ങളെവിടെ പറവൂരാണ് താമസിക്കുന്നത്? ഇല്ല, അങ്കമാലി. നിങ്ങളും അങ്കമാലിയിൽ? ജോലിയില്ല? ജോലി ഉണ്ടായിരുന്നു? ഓക്കെ. ഇദ്ദേഹം ഇപ്പം നാട്ടിൽ വന്നിട്ട് എത്ര? 11 വർഷമായി. 11 വർഷം. കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ എൻ്റെ പെൻഷനിൽ നിന്നൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന ജോലിയും ഉയർന്ന ശമ്പളവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു ലോൺ എടുത്തു അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. 3 വർഷം അദ്ദേഹം കറക്റ്റായിട്ട് അടച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി, ജോലി പോയി. ഇതായപ്പോഴൊക്കെ അദ്ദേഹത്തിന് പ്രശ്നങ്ങളായി. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് സഹായിച്ചിട്ട് ആ കടം തിരിച്ചടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 1 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കാഴ്ചക്ക് മങ്ങലേറ്റു, പ്രശ്നങ്ങളായി. ഇപ്പോൾ 11 വർഷമായി അദ്ദേഹം നാട്ടിൽ വന്നിട്ട്. 4-5 വർഷമായിട്ട് അദ്ദേഹം ഖത്തറിൽ ഒരു ഹോട്ടലിൽ താമസിക്കും. ഒരാളുടെ പരസഹായം ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം. ഇപ്പോൾ ഇദ്ദേഹത്തിന് നാട്ടിൽ വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രാവൽ ബാൻ നീക്കി കിട്ടണം. ഇവരെ കൊണ്ട് യാതൊരു വഴിയുമില്ല. അതാണ് കൈരളിയെ കാണാൻ. ഇവർ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരപേക്ഷ കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും വിദേശകാര്യമന്ത്രിക്കും MP-മാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ദോഹയിലെ നല്ലവരായ ഒരുപാട് മലയാളി സമൂഹമുണ്ട്. അവിടെ സംസ്കൃതി ഉണ്ട്, KMCC ഉണ്ട്, കുറേ സംഘടനകളുണ്ട്. ഈ ഒരു വിഷയം നിങ്ങളൊന്ന് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല. മഷ്റഖ് ബാങ്കിനെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. ചെയ്യാവുന്ന കുറേ പൈസയൊക്കെ ഇവർ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരും, കുറച്ച് പൈസയൊക്കെ ഇവർ ഉണ്ടാക്കിത്തരും. ബാക്കിയുള്ള സംഖ്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ കാണണം. എല്ലാവരും കൂടി ശ്രമിച്ചാൽ അധികം വൈകാതെ തന്നെ ബിനിയെ നമുക്ക് നാട്ടിലെത്തിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു പ്രപ്പോസൽ. അപ്പോൾ അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നമ്മളുടെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുണ്ടാവണം, MP-മാരുടെ ഭാഗത്തുനിന്നുണ്ടാവണം, നോർക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കൂടാതെ ഏറ്റവും ശക്തമായിട്ട് വേണ്ടത് മഷ്റഖ് ബാങ്കിലും അതുപോലെ തന്നെ KMCC സംസ്കൃതി പോലുള്ള ഒരുപാട് സംഘടനകളുണ്ട്. അവരൊക്കെ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഈ വളരെ അപകടകരമായ നിലയിൽ കഴിയുന്ന ഇദ്ദേഹത്തെ നാട്ടിൽ കൊടുന്ന ചികിത്സിച്ച ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സ പോലും ഗുണകരമായേക്കാം. അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയേക്കാം. അധികം പ്രായമൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന് ഇനിയും ജോലി ചെയ്യാനുള്ള അവസരമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹത്തെ ജീവിതത്തെ തന്നെ ഒരാളുടെ ജീവിതത്തെ പൂർണ്ണമായി രക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും കൂടിയാലോചിച്ച് എല്ലാ സംഘടനകളും കൂടി ചേർന്നൊരു യോഗം എന്തെങ്കിലും വിളിച്ചു കൂട്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു കേസ് നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ്. ആരുമില്ല, വളരെ സങ്കടപ്പെട്ടിട്ടാണ് അവരിവിടെ ഇരിക്കുന്നത്. ഇതാണ് എനിക്ക് പ്രവാസികളായിട്ടുള്ള
നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. വിനിയോട് പറയാനുള്ള വിനി പേടിക്കേണ്ടതില്ല. വിനി കുറേയും കൂടി പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിനിയും കഴിയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഘടനകളെയും പ്രവാസികളായിട്ടുള്ള നല്ല റിച്ചായിട്ടുള്ള എത്രയോ പ്രവാസികളുണ്ട് ദോഹയിൽ, അവരൊക്കെ വിചാരിച്ചാൽ വിനി നാട്ടിലെത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ചേർന്ന് വിനിയെ സഹായിക്കാനുള്ള ഒരു ഒറ്റക്കൈയായി മാറി നാട്ടിലേക്ക് അയക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പോരെ? നമ്മൾ ധൈര്യമായിട്ട് വെക്കോളൂ കേട്ടോ. റിസൾട്ട് ഉണ്ടാവും.